നമസ്കാരം. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഏതാണ്ട് അവസാനിക്കാറായി. ലോകത്ത് അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലെ ഏതാണ്ട് വലിയ ഒരു ഭൂരിപക്ഷം ആളുകളും ഫുട്ബോൾ പ്രേമികളും അർജൻറ്റീനയെയാണ് പിന്തുണയ്ക്കുന്നത്. ഞാൻ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിലെ പല കളികളും കണ്ടപ്പോൾ ലോകത്തുള്ള ഏതാണ്ട് എല്ലാ ടീമുകളിലും നീഗ്രോ വംശജരെ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായി കളിക്കുന്ന എംബാപ്പെ അടക്കമുള്ള എത്രയോ ആളുകളെ കാണാം. പക്ഷേ അർജൻറ്റീനയുടെ ടീമിൽ മാത്രം കറുത്ത വർഗ്ഗക്കാരെ കാണാനില്ല. ഇതേക്കുറിച്ച് ഗൂഗിളിൽ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഗാർഡിയൻ പത്രത്തിലെ ഒരു വിശദമായ ലേഖനം എനിക്ക് കാണാൻ സാധിച്ചത്. സ്വന്തം ഭരണഘടനയിൽ യൂറോപ്യനൈസേഷനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പ്രത്യേകമായി എഴുതി വെച്ച ഒരു രാജ്യമാണ് അർജൻറ്റീന. സമ്പൂർണ്ണമായി നീഗ്രോ വംശജരെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചരിത്രപരമായി ശ്രമിച്ചു വരുന്ന ഒരു രാജ്യമാണ് അർജൻറ്റീന. അത് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ യുദ്ധങ്ങളിലും, ഇന്ന് മനോരമയുടെ ഓൺലൈനിൽ അതേക്കുറിച്ചൊരു ലേഖനം എനിക്ക് കാണാൻ സാധിച്ചു. അതായത് ചരിത്രപരമായിട്ട് കറുത്ത വംശജരെ യുദ്ധ മുന്നണികളിലേക്ക് തള്ളിവിട്ട് കൊന്നൊടുക്കുക. 1971 അർജൻറ്റീനയെ കാർന്നു നിന്ന വലിയ പനി രോഗം വന്ന സമയത്ത് അവിടെ നിന്ന് വെളുത്ത വംശജരെ മുഴുവൻ രക്ഷപ്പെടുത്തി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരികയും കറുത്ത വംശജർക്ക് മരുന്ന് കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, എല്ലാ സൗകര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ ഇല്ലാതാവണം. പിന്നീട് അവശേഷിച്ച കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ, അവരുടെ കറുത്ത വംശജരുടെ വിഭാഗം തന്നെ അർജൻറ്റീനയിൽ ഇല്ലാതാക്കാൻ വേണ്ടി പിന്നെ ചെയ്തത് വെളുത്ത വർഗ്ഗക്കാരോട് ആ കറുത്ത സ്ത്രീകളെ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ട് വെളുത്ത വർഗ്ഗക്കാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്ത ഇത്രമാത്രം വർണ്ണവെറിയൻ സംസ്കാരമുള്ളൊരു രാജ്യമാണ്. കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ഈസ് ദി ഗ്രേവസ്റ്റ് ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തെ 3 രാജ്യങ്ങളാണ് ലോകത്ത് എതിർത്തത്. ഈ വംശവെറിക്കെതിരായ പ്രമേയത്തെ എതിർത്ത 3 രാജ്യങ്ങൾ, ഒന്ന് അമേരിക്ക, അത്ഭുതം തോന്നുന്നു, രണ്ടാമത്തത് ഇസ്രായേലാണ്. ആ അമേരിക്കക്കും ഇസ്രായേലിനും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ വർണ്ണവെറിക്കെതിരെ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്ത 3ാമത്തെ രാജ്യം അർജൻറ്റീനയാണ്. എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂര പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്ന ഒരു രാജ്യമാണ് അർജൻറ്റീന. അതേപോലെ തന്നെ കഴിഞ്ഞ ഈ ഗാർഡിയൻ പത്രത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ വർണ്ണവിദ്വേഷം, അതായത് ബ്രസീലിൽ വരുന്ന ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അർജൻറ്റീനയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു 63-കാരനായ ഒരു ടൂറിസ്റ്റ്, അദ്ദേഹം ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ പകർത്തിയാണ് ഒരു കുട്ടിയുടെ, 8 വയസ്സുള്ള കുട്ടിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി വീഡിയോ എടുത്ത സമയത്ത് യാത്രികർ തടഞ്ഞു വെച്ചു. അങ്ങനെ പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാമറ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോ മൊബൈൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തത് അദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ? നോക്കൂ, 8 വയസ്സുള്ള ഈ കറുത്ത കുട്ടിക്ക് നല്ല ഭംഗിയുണ്ട്, കറുപ്പനാണെങ്കിലും ഇത്തരം കുറച്ച് അടിമകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രൂപത്തിൽ സുഹൃത്തിന് സന്ദേശം അയച്ച അത്രമാത്രം ക്രൂരമായ സ്വഭാവമുള്ള ഈ കറുത്ത വർഗ്ഗക്കാരോട് വിരോധവും വിദ്വേഷവുമുള്ള ആളുകളാണ്. 1920 ചരിത്രം പറയുന്നത് ബ്രസീൽ ടീം അർജൻറ്റീനയിൽ കളിക്കാൻ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു പത്രം എഴുതിയത് കുരങ്ങന്മാർ വന്നു എന്നാണ്. കാരണം കറുത്ത വംശജർ വന്ന സമയത്ത് വെളുത്തവരല്ലാത്ത ബ്രസീലിയൻ ടീം അംഗങ്ങളെക്കുറിച്ച് കുരങ്ങന്മാർ വന്നു എന്ന് വിശേഷിപ്പിച്ചതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് ആ ടീം കളിക്കാനേ തയ്യാറായില്ല. പല വേദികളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രസീലിൽ വന്നിരിക്കുന്ന കേസുകളൊക്കെ തന്നെ വെയിറ്റർമാരെ കുരങ്ങിൻ്റെ ആംഗ്യം കാണിച്ച് പരിഹസിക്കുക, അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുക. അങ്ങനെ എവിടെ പോയാലും കറുത്ത വർഗ്ഗക്കാരോട് വിദ്വേഷവും അവരോട് പുച്ഛവും തോന്നുന്ന ഒരു ജനവിഭാഗമാണ് അർജൻറ്റീനയുടെ. ആ അർജൻറ്റീന എല്ലാ കാലത്തും കറുത്ത വർഗ്ഗക്കാരെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുകയാണ്. നേരത്തെ 8% ഉണ്ടായിരുന്ന കറുത്ത വംശജർ ഇപ്പോൾ ഇല്ലാതായി അവസാനം ഏതാണ്ട് 1% താഴെയായിട്ട് നിൽക്കുകയാണ്. അവർക്കാവട്ടെ ഒരു ദേശീയ തലത്തിലുള്ള അംഗീകാരവും കൊടുക്കുന്നില്ല. ഇപ്പോൾ അർജൻറ്റീന അഭിമാനത്തോടുകൂടി അവകാശപ്പെടുന്നത് കറുത്ത വംശക്കാരില്ലാത്ത രാജ്യമാണ് തങ്ങളുടേത് എന്ന് വെച്ചാൽ അവിടെയുള്ള പരമ്പരാഗതമായ റെഡ് ഇന്ത്യൻസിനെയും അതേപോലെ തന്നെ കറുത്ത വംശജരെയും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്തു. അവരൊക്കെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാക്കിക്കൊണ്ട് ഒന്നുകിൽ വംശീയമായി അവരെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ അവരെ ചരിത്രപരമായി യുദ്ധമുന്നണിയിൽ തള്ളിവിട്ടുകൊണ്ട് അവരെ കൊന്നൊടുക്കുന്നതിന് പ്രേരിപ്പിച്ചു. പനി പോലെയുള്ള മാരക അസുഖങ്ങൾ വന്ന സമയത്ത് സ്വയം മരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇല്ലായ്മ ചെയ്ത ഒരു ക്രൂരമായ ചരിത്ര പാരമ്പര്യമുള്ള രാജ്യമാണ് ഈ അർജൻറ്റീന. ഈ അർജൻറ്റീനയാണ് നമ്മുടെ കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങൾക്കും വിപ്ലവത്തിനുമൊക്കെ സംസാരിക്കുന്ന ആളുകൾ അർജൻറ്റീനയെ പിന്തുണയ്ക്കുന്ന
വിളിക്കുന്നത് കാണുമ്പോൾ അല്പം നാണം തോന്നുകയാണ്. കാരണം ചരിത്രപരമായി ഒരു തരത്തിലും പിന്തുണ കൊടുക്കാൻ സാധിക്കാത്തൊരു രാജ്യമാണ്. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ കറുത്ത വംശജരെ ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ടീമിൻ്റെ മുഖ്യ ഘടകങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരെ ഉയർന്ന ക്ലബ്ബുകളിലേക്ക് വളരാനൊക്കെ സഹായിക്കുമ്പോൾ കറുത്ത വംശജരെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഇസ്രായേലിൻ്റെ തോള് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അർജൻറ്റീന എന്നുള്ളത് ഒരു തിരിച്ചറിവിന് നല്ലതാണ്. നന്ദി, നമസ്കാരം.